ഹലോ, ആരായിരുന്നു? ഹലോ വീണ, ഞാനാ വിശാഖ്. ആ, ആ, എന്താ? നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. പലതോട് ഞാൻ നിന്നെ കാമുകയല്ല, ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. നീ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ശരിയാ? നീ കട്ടിയല്ലേ, പ്ലീസ്, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. നീ നീ വേറെ കല്യാണം കഴിഞ്ഞ് എൻ്റെ അല്ലാണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നിന്റെ വില മനസ്സിലായത്. വീണ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ട കുറേ സ്വപ്നങ്ങൾ, നമ്മൾ സ്നേഹിച്ചു നടന്നൊരു കാലം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. 3-4 ദിവസമായിട്ട് നീ എന്നെ പല ഫോണുകളിലായിരുന്നു വിളിക്കുന്നുണ്ട്. ഞാൻ അവോയ്ഡ് ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലായിക്കൂടെ എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നും ഇല്ലെന്ന്? നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്. നമ്മൾ എന്തോ ഒരു സ്വപ്നം കണ്ടതാ, നമ്മൾ എങ്ങനെ പ്രേമിച്ചു കിടന്ന. എന്നാലും നീ എൻ്റെതല്ലാണ്ടായിപ്പോയില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ നിനക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ജീവിച്ച കുറച്ച് കാലം ഉണ്ടല്ലോ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹലോ ഹലോ ഹലോ. ഹലോ, ഞാൻ കുറച്ചേരെ വിളിക്കുന്നു, നീ കോൾ ബിസി ആയിരുന്നല്ലോ. വേറെ ആരെയും വിളിക്കാമോ? അതെന്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരി വിളിച്ച. അവളുടെ കൊച്ചിന്റെ ഒരു നൂലുകെട്ട് എന്തോ ആണ്. അത് ക്ഷണിക്കാൻ വേണ്ടി വിളിച്ച. അത് ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഫ്രീ ആയപ്പോ വിളിച്ചേ ഉള്ളൂ. കട്ട് ചെയ്ത് കുഴപ്പമില്ല. ഇല്ല, നീ സംസാരിച്ചോ, കുഴപ്പമില്ല. ഞാൻ പിന്നെ വിളിക്കാം, വൈകുന്നേരം വിളിക്കാം കേട്ടോ. അല്ലടാ, ശരി ശരി ശരി. അദ്ദേഹം പിന്നെയും വിളിക്കുന്നു. ഹലോ ഹലോ, നീ എന്നെ കട്ടാക്കിയേ. നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ ആരെയാ വിളിച്ചേ? നീ എൻ്റെ ഫോൺ കട്ടാക്കിയിട്ട് നീ വേറെ ആരെയാ വിളിച്ചേ? എന്റെ ഫോണിലേക്ക് അങ്ങനെ പലരും വിളിച്ചെന്നിരിക്കും. നീ അത് അറിയേണ്ട ആവശ്യമില്ല. നീ ദയവ് ചെയ്തിട്ട് എന്നെ വിളിക്കരുത്, പ്ലീസ്. എന്റെ മോളെ, എത്ര നേരമായി ഫോൺ അടിക്കാൻ നോക്കിയിട്ട്? ആ ഫോൺ അങ്ങ് എടുക്ക്. കസ്റ്റമർ കെയറിൽ നിന്ന് റീചാർജിന്റെ എന്തോ ഓഫറൊക്കെ പറയാൻ വേണ്ടി വിളിക്കണേ. അതൊന്നും എടുത്തില്ലേ കുഴപ്പമില്ല. കസ്റ്റമർ കെയർ ആയിരുന്നാ? എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. ആ ഫോണെ വിളിച്ചിട്ട് ഇനി വിളിക്കരുതെങ്ങാനും പറ. ഹലോ മോളെ, ഞാൻ നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു, നീ എന്താ കട്ട് ചെയ്യണേ? എടാ, നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഇത് ഞാൻ നിന്നോട് പറഞ്ഞല്ല എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്. ഇപ്പൊ ഞാൻ നിനക്ക് ശല്യമായല്ലേ? നീ കൂടുതൽ കളിക്കല്ലേ മോളെ. എന്റെയും കുറെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് എന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്കും അയച്ച അവിടെ നിന്റെ ജീവിതം തീരും മോളെ. നീ എന്തൊക്കെ പറയുന്നു? നീ എന്നെ ചതിക്കല്ലേ? നീ എന്നെ ജീവിതം ഇല്ലാണ്ടാക്കല്ലേ? എടാ, പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നീ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണോ? എനിക്ക് നിന്നെ ചതിക്കണമെന്ന് ഒരു ഉദ്ദേശമില്ല. പക്ഷെ ഞാൻ വിളിക്കുന്ന സമയത്ത് നീ കോൾ എടുക്കണം. എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ നീ സംസാരിക്കണം. എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് അയക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. അത് നീ മനസ്സിലാക്കിക്കോ. മോളെ, രാവിലെന്ന് പറഞ്ഞേ മോളെ. എന്നിട്ട് എന്താ വാതിലടച്ചിരിക്കുന്നു? ഒരു കുഴപ്പമില്ല. ഞാൻ ബാത്റൂമിലായിരുന്നു, വാതിലടച്ച് ലോക്ക് ചെയ്തു പോയി. കുഴപ്പമൊന്നുമല്ല. വല്ല വയ്യായിണ്ടാ? ഒരു പ്രശ്നമില്ല. ഞാൻ സാമ്പാറിനെ അവിടെ കഷ്ണം അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഞാൻ ബാക്കി അറിയട്ടെ. ഷീല ചേച്ചിയുടെ പേരക്കുട്ടീനെ കണ്ട? എങ്ങനെയുണ്ട്? നല്ല വെളുത്ത കൊച്ച്. ഞങ്ങൾ ഇന്നലെ പോയി കണ്ട്. അതേപോലെ തന്നെ ആ ചേട്ടന്റെ കൂട്ടി തന്നെ ഇരിക്കുന്നുണ്ട്. ആണാ? എനിക്ക് കാണാനേ പോകാൻ പറ്റിയിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ പോണെന്ന് വിചാരിച്ചിട്ടാ ഇരിക്കുന്നത്. ഒരു കോളെ. അല്ല ചേച്ചിയെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഇവിടെ മരുമോൾ എന്താണ് ഈ ഒരു ഫോൺ വരുമ്പോഴേക്കും ഇങ്ങനെ കിടന്ന് ഓടണത്? ഇങ്ങനെ വെപ്രാളം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? അവൻ വല്ലതും ആയിരിക്കും ഗൾഫിൽ നിന്നേ. അവന് ഈ ഒഴിവ് കിട്ടുന്ന സമയത്തല്ലേ വിളിക്കണേ. അതായിരിക്കും പെട്ടെന്ന് ഓടിപ്പിടിച്ച് പോയത്. ഞാൻ ഒരു കാര്യം പറയാ, മരുമോളൊക്കെ ആയിരിക്കും, സ്നേഹമായിരിക്കും, എല്ലായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടാ. നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെണ്ണ് പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. എൻ്റെ വല്യമ്മയുടെ ഒരു മൂത്തശ്ശിയുടെ മരുമകള് അവരുടെ കെട്ടിയോൻ ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു. അവൻ അവിടെ നിന്ന് ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കും, പുതിയ മൊബൈല് സാധനങ്ങളെല്ലാം അയച്ചു കൊടുക്കുമായിരുന്നു. അവൾക്ക് എന്നിട്ട് ഇവിടെ വേറൊരു ജാതിയിൽപ്പെട്ടൊരു ചെറുക്കനായിട്ട് ഇഷ്ടത്തിലായി. നല്ല മഴ, ഇഷ്ടത്തിലായി. എന്നിട്ട് എന്താണ്, ആ ചെറുക്കൻ്റെ കൂടെ പോയി. എന്നിട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവൻ്റെ പൈസയും പോയി, ഫോണും പോയി, എല്ലാം പോയി. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. നിങ്ങൾ ശ്രദ്ധിക്കണം. എടാ ഞാൻ ഗൾഫിലല്ലേ, അവൾ ഇവിടെ കിടന്ന് എന്ത് കാണിച്ചു കൂട്ടിയാലും ഒന്നും അറിയില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേട്. നീ എന്തേ പറയണ? അവൾ അങ്ങനത്തെ ഒരു പെണ്ണായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? പാവം, അവനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരു പെങ്കൊച്ച അത്. നീ വെറുതെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കല്ലേ കേട്ടോ. കുടുംബത്തെ വഴക്കുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചേക്കും അല്ലേ? നമ്മളെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഓരോ കുരുത്തക്കേടൊക്കെ കാണിച്ചു വെക്കുന്നത്. അതുകൊണ്ട് പറയാണ്, സൂക്ഷിച്ച് കണ്ടു തന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാനിപ്പോൾ പറയാനുള്ളൂ പറഞ്ഞു. അനുഭവം കിട്ടിയിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല കേട്ടാ. ഒന്ന് ശ്രദ്ധിച്ചേര്. മരുമോളാണെങ്കിലും ആരാണെങ്കിലും ആരെയും പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടാ. ശരി, എന്നാൽ മഴ വന്നു തുടങ്ങി, ഞാൻ പോട്ടെ. എടാ, നീ എന്നെ അവസ്ഥയൊന്നും മനസ്സിലാക്കും. നീ എന്നെ ഇങ്ങനെ വിളിക്കല്ലേ. ഞാൻ വേറെ വീട്ടിലാണ്. അവരെങ്ങാനും പറഞ്ഞ് എന്നെ കൊല്ലും. ഞാൻ പിന്നെ എന്തിനും ജീവിച്ചിരുത്തിട്ട് കാര്യം. നീ നിർത്ത്. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു 20,000 രൂപ വേണം. 20,000 രൂപയോ? ഞാൻ എവിടുന്ന് തരാൻ നിനക്ക്? എൻ്റെ പൈസ ഒന്നുമില്ല. നീ എവിടെ നിന്നുണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അത്യാവശ്യമാണ്. നീ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്നാൽ അത്രയും നല്ലത്. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ വളയും മാലയൊക്കെ ഉള്ളതല്ലേ, സ്വർണ്ണമായിട്ട് കുറേ ഉണ്ടാവുമല്ലോ. നിന്റെ കെട്ടിയോൻ്റെ വീട്ടിൽ അത്യാവശ്യം ഉള്ളതല്ലേ, അതുകൊണ്ട് അവരെന്തായാലും എടുത്ത് പണയം വെച്ചിട്ടുണ്ടാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു രണ്ട് വള എനിക്ക് എന്നൊരു. എടാ, നിനക്ക് എന്ത് അത്യാവശ്യമാണ്? എനിക്ക് അങ്ങനെ വളയൊന്നും തരാൻ പറ്റില്ല. അതിവിടെ ചേട്ടനറിയും. അന്നേട്ടൻ കറിഞ്ഞാൽ തീർന്നു. പിന്നെ അന്നേട്ടൻ്റെ അമ്മയുണ്ട് ഇവിടെ, അവർക്ക് അറിയും. നീ പ്ലീസ് മനസ്സിലാക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ല അല്ലേ? എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ നിന്റെ കെട്ടിയോൻ അയച്ചു കൊടുക്കാം. നിന്റെ കെട്ടിയോൻ്റെ നമ്പർ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഒന്ന് അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ മോളെ. അപ്പം നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. വേണേ മര്യാദയ്ക്ക് നീ ഒരു കാര്യം ചെയ്യേ. നാളെ നിന്റെ 2 വളയായിട്ട് നമ്മുടെ ടൗണിലുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലില്ലേ, ഞാൻ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തേക്കാം. നീ 11 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് വാന്നേ. നമ്മളെങ്കിലും കണ്ടിട്ടും കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെ എത്ര നാളായി. എനിക്കൊന്നും നിന്നെ കാണണമെന്നുമുണ്ട്. ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് വൈകുന്നേരം ആകുമ്പോൾ പോവാം. വീട്ടിലെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് വന്നാൽ മതി. ഒരു 4 മണി 5 മണിയാകുമ്പോൾ തിരിച്ചു പോവാം. ഒന്ന് കാണണ്ടേ നമുക്ക്? നീ മനഃപൂർവ്വം എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ നോക്കാല്ലേ? എടാ, ഞാൻ പറയുന്നത് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വന്നില്ലേ നാളത്തോടെ നിന്റെ ജീവിതം തീരും. നിന്റെ കെട്ടിയോൻ്റെ വീട്ടിലെ ജീവിതം. ശരിയെന്നാ. ഹലോ. എടി, 3-4 ദിവസമായിട്ട് വിശാഖ് എന്നെ വിളിക്കുന്നുണ്ട്. എടി, പല നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ കുറേയൊക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അവൻ എന്നെ വിളിച്ച് ഞാൻ എടുക്കേണ്ടി വന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറയണം, അവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യടി. അവൻ എന്നെ പണ്ടത്തെ ഒരു ഇഷ്ടം വെച്ചിട്ടൊന്നും വിളിക്കുകയല്ല. അവൻ പറയണം അവനിപ്പോൾ പൈസ വേണം, 10-20,000 രൂപ വേണം. എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 2 വള കൊടുക്ക്, അവരേതോ 3 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുക, നാളെ അങ്ങോട്ട് വരാനൊക്കെ പറയും. അവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യടി. ഞാൻ എന്ത് ചെയ്യടി? അവന് വളയൊന്നും കൊടുത്തില്ലേ. അവന് ഞങ്ങളുടെ പഴയ കുറച്ച് ഫോട്ടോസ് അവൻ്റെ അതിലുണ്ടത് ഇപ്പോഴും. അത് അരുണേൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന അപ്പോഴാണ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുക. ഇടി നീ ഒരു കാര്യം ചെയ്യടി. നീ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കടി. അവനോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറ. നീ എന്തായി പറയണേ വീണ? ഞാൻ പണ്ടത്തെ കൂട്ടാണോ? നിന്റെ കൂട്ടുകാരിയായിട്ട് മാത്രമല്ല, ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. നീ ഒന്ന് മനസ്സിലാക്കി. എനിക്ക് വേറെ നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് കയറി ഇടപെടാൻ പറ്റില്ല. എന്റെ ഇക്ക എങ്ങനെ അറിഞ്ഞ എന്നെ കൊല്ലും. നീ ഒന്ന് മിണ്ടാതിരിക്കുക അവിടെ. ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ. പിന്നെ ഞാൻ എന്താണ് ചെയ്യാ? എനിക്ക് നിന്നോടല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കാര്യം അറിയാവുന്ന ആ കൂടി ഒരാൾ നീയല്ലേ? അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി അവനെ വിളിച്ച് സംസാരിക്കില്ല. നീ പറയണ ഒന്ന് മനസ്സിലാക്കി. നീ കട്ട് ചെയ്യുക. ശരി, നീ ഇനി ഇത് പറഞ്ഞ് വിളിക്കരുത് പ്ലീസ്. പ്ലീസ്. ഹലോ ഡി. ഈശ്വര, സൊലു എൻ്റെ കൈ വിട്ടു. അവക്കും എനിക്ക് വേണ്ടിയൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റിയില്ല. ദൈവമേ, അവൻ പറഞ്ഞു വിട്ട് ഞാൻ വളയെല്ലാം കൊണ്ട് ഹോട്ടലിലോട്ട് പോയ ശരിയാവില്ല. എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് എൻ്റെ അച്ഛനമ്മയോട് ഞാൻ ചെയ്ത് തെറ്റാവും. അരുണേട്ടൻ്റെ വീട്ടുകാരോടും അരുണേട്ടനോടും ചെയ്ത് ഏറ്റവും വലിയ ചതിയാവും ഇത്. അവരെ ചതിക്കാൻ പറ്റില്ല. അതിലും നല്ലത് ഞാനായിട്ട് ഇല്ലാണ്ടാവണതാ.
അതാവുമ്പോ ആരും ഒന്നും അറിയില്ല. അയ്യോ. എന്താ അമ്മ? അവനായിട്ട് വല്ല വഴക്കം കൂടിയോ? ഏ ഒരു പ്രശ്നമില്ലല്ലോ. അമ്മയ്ക്ക് വെറുതെ തോന്നിയതാ. നിന്റെ മുഖം കണ്ടാറ് നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇല്ലമ്മ, ഒരു പ്രശ്നവുമില്ല. നീ നിന്റെ കൂട്ടുകാരോട് സംസാരിക്കണമല്ല ഞാൻ കേട്ടു. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ ഞാൻ നിന്നോടൊന്ന് കാര്യം ചോദിക്കണേ. അമ്മ, സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നത് സത്യം. പക്ഷെ വീട്ടുകാര് സമ്മതിക്കാത്തോണ്ട് അത് ഞങ്ങള് പരസ്പരം വേണ്ടാന്ന് വെച്ചതാ. പക്ഷെ അന്നേരനായിട്ട് ഒരു ജീവിതം തുടങ്ങിയ ശേഷം ഞാൻ അവരോട് വിളിക്കാനോ പറയാനോ ഒരു ബന്ധത്തിനോ ഞാൻ പോയിട്ടില്ല. സത്യമായിട്ട് അമ്മ, സത്യം. അങ്ങനെ ഒരു തെറ്റിന്റെ വഴി ഞാൻ പോയിട്ടില്ല അമ്മ, സത്യ. പക്ഷെ ഒരു 2-3-4 ദിവസമായിട്ട് വിളിക്കാൻ തുടങ്ങിയേക്ക. ഇപ്പൊ പറയണ ഒരു പൈസ വേണം, വള വേണം എന്നൊക്കെ പറയണ. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പൊട്ടിക്കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് കരുണേട്ടനെയും എന്റെ വീട്ടുകാരെയും കാണിച്ചു കൊടുക്കുന്നൊക്കെ അമ്മ പറയണേ. ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. ഞാൻ മനഃപൂർവ്വം ആരെയും ചായച്ചിട്ടില്ല അമ്മ, സത്യം. നീ എന്റെ ഫോണും കൂടെ വന്നേ. ഇതിലേതാ അവന്റെ നമ്പർ? ആ ഫസ്റ്റത്തെ നമ്പർ. ഇങ്ങോട്ടൊക്കെ കോളോ? ആ ഹലോ. വീണയല്ല മോനെ, അവളുടെ അമ്മായിമ്മയാ. ഏതാ? അല്ല, നിന്റെ ഉദ്ദേശം എന്താ? എന്റെ മരുമകളെ നീ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ടല്ലോ. നിന്റെ ഉദ്ദേശം എന്താ? അവളൊരു കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ, നീ എന്തിനാ അവനെ വിളിക്കണേ? അപ്പൊ അമ്മായിമ്മ അടുത്ത് മരുമോള് കുമ്പസരിച്ചല്ലേ? കൊള്ളാല്ല, നല്ല കുടുംബം. ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നേ അവളുടെ അമ്മായിമ്മയായിട്ടല്ല. ഞാൻ നല്ലൊരു അധ്യാപിക കൂടിയായിരുന്നു. നിന്നെപ്പോലെ കുറേ വേട്ടാവളിയന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെപ്പോലെ തല്ലുകൊള്ളിത്തരം ഉണ്ടായിരുന്ന, നിന്നെപ്പോലെ ഇങ്ങനെ തെണ്ടി സ്വഭാവം ഇട്ട് കണ്ട പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ നടക്കുന്ന കുറേ എണ്ണവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവന്മാരെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന ഈ നിലയ്ക്ക് നിർത്തിയിട്ടുമുണ്ട് ഞാൻ. ഇനി മേലാൽ എൻ്റെ മകൻ്റെ ഭാര്യയല്ല അവള്, എൻ്റെ മകളാണ്. എൻ്റെ മകളുടെ ഫോണിലേക്ക് ഇനി നിൻ്റെ ഒരു കോള് വന്നെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, കല്യാണത്തിന് മുന്നേ പല ബന്ധങ്ങളും പലർക്കും ഉണ്ടാവും. കല്യാണ ശേഷം അവൾ തുടർന്ന് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അവളെ തെറ്റുകാരിയാക്കിയേനെ. പക്ഷെ നിന്നിന്ന് മാക്സിമം മാറി നിൽക്കാൻ മാത്രമേ അവൾ നോക്കിയിട്ടുള്ളൂ. അതുപോലൊരു പെണ്ണിനെ നീ പൈസ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് നീ ബ്ലാക്ക് മെയിൽ ചെയ്തില്ലേ? നീ നാളെ രാവിലെ 11 മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരാൻ നീ റെഡി ആയിക്കോ. ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും. ഞാനും എൻ്റെ മരുമകളും കൂടി പോയി കേസ് കൊടുക്കും. പോലീസാ? നീ നാളെ സ്റ്റേഷനിൽ വരാൻ നീ റെഡി ആയിക്കോ. ഇനി നീ വേറൊരു പെണ്ണിനോട് ഇനി മേല ചെയ്യത്തില്ല, കേട്ടല്ലോ? ഇനി നീ ഇത് ചെയ്യത്തില്ല. അതിനുള്ള പരിപാടി ഞാൻ ഉണ്ടാക്കിയേക്കാം. അയ്യോ, ഞാനൊരു തമാശക്ക് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, തമാശക്ക് പറ്റിപ്പോയതാ. മോനെ നീ ഇപ്പോഴല്ല നിനക്ക് ഈ കുറ്റബോധം ഉണ്ടാവേണ്ടത് കേട്ടോ. ഇതിന് മുന്നേ ഉണ്ടാവണമായിരുന്നു. അവളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച നീ അവളെ വിളിക്കുന്നതിന് മുന്നേ നിനക്ക് ഈ കുറ്റബോധം വരണമായിരുന്നു. അല്ല അമ്മച്ചി, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് ഞാനൊരു തമാശക്ക് ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. അയ്യോ, കേസൊന്നും ആക്കില്ലല്ലോ. കെട്ടിക്കാറായ 2 പെങ്ങന്മാരുണ്ട് എൻ്റെ വീട്ടില്. അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കേസല്ലേ. ഒന്ന് ക്ഷമിച്ചേക്ക്. ഞാനിനി ഒന്നും ആവർത്തിക്കില്ല. ഞാൻ അവളെ വിളിക്കുകയല്ല, അവളുടെ ഒരു പരിസരത്ത് പോലെ ഞാൻ കാണില്ല. പ്ലീസ്, ഞാൻ ഇപ്പൊ തന്നെ നമ്പർ ഡിലീറ്റ് ചെയ്യാം. ആഹാ, കെട്ടിക്കാറായ പെങ്ങന്മാര് നിനക്കുണ്ടല്ലേ? നീ അവളെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ നിനക്ക് ഉണ്ടായിരുന്നില്ലേടാ ബോധം? ഉണ്ടായിരുന്നില്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. നീ നാളെ ഒരു 11 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ വന്നോ. ബാക്കി നിന്നോട് ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം. ദൈവമായി പൊളിപൊളി. യോ, ആ തള്ള കേസ് കൊടുക്കുന്നതല്ലോ. ആവശ്യമില്ലാത്ത കളിയായിപ്പോയി. യോ, ദൈവം സ്റ്റേഷനിൽ പോയി കേസാക്കി 2-3 കൊല്ലം എന്നെ പോയി. ദൈവം വീട്ടിലൊക്കെ ഇറങ്ങിയ. മോളെ, കല്യാണത്തിന് മുൻപ് നീ എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ കല്യാണ ശേഷം നീ നല്ലതായിരുന്നു, അത് എനിക്കറിയാം. നീ ഒരു തെറ്റിൻ്റെ വഴിയിൽ പോയിട്ട് എൻ്റെ മകനെ മറന്ന് നീ ഒരു തെറ്റിൻ്റെ വഴിയിൽ പോയിട്ടില്ല എന്ന് എനിക്കറിയാം. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ വിളിച്ചത്. മോളെ, ചില പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഈ ഓവർ കോൺഫിഡൻസ് എടുത്ത് ചില ദുരന്തങ്ങളിൽ പോയി ചെന്ന് ചാടും. മോളിപ്പോൾ അതായിരുന്നു ചെന്ന് ചാടാൻ പോയിരുന്നത്. അവൻ്റെ വാക്ക് കേട്ട നിനക്ക് മുന്നോട്ടൊരു വഴിയില്ല, നിൻ്റെ ജീവിതം പോകും, നാണക്കേട് മാനക്കേട് എല്ലാം ഓർത്ത് നീ ഒരു ദുരന്തത്തിൽ പോയി ചാടുമായിരുന്നു. ചിലപ്പോൾ നിന്നെപ്പോലെ ഇങ്ങനെയുള്ള പെൺപിള്ളേർ ചെന്ന് ചാടുന്നത് ഒരു മരണത്തിലേക്കായിരിക്കും. സ്വന്തമായിട്ട്
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുമ്പോഴുള്ള കുഴപ്പമാണ്. എന്നാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത്, അത്രയും വിശ്വാസമുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്ത് അതെങ്ങനെയെങ്കിലും പരിഹരിക്കാനോ നോക്കട്ടെ. പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ചില പ്രശ്നങ്ങൾ വരും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ടെന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരു സങ്കടം മോളിൽ നിന്ന് അനുഭവിക്കില്ലായിരുന്നു. സോറി മാം, ഒരു നിമിഷം ഞാൻ മരിച്ചാലോ എന്ന് ഒരു ആലോചിച്ചായിരുന്നു. നീ ഇനിയിപ്പം അരുണിൻ്റെ അടുത്ത് ഈ കാര്യം പറയാൻ പോകണ്ട. അവൻ കാര്യം എൻ്റെ മോനൊക്കെ ആയിരിക്കും, പക്ഷെ അന്യനാട്ടിൽ കിടക്കുന്ന അവന് വിഷമാവും. അവൻ ഏത് രീതിയിൽ ഇത് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും നാളെ വിലക്ക് അവനെ അറിയിക്കേണ്ട ഒരു കാര്യം വന്നാൽ ഞാൻ അറിയിച്ചോളാം, കേട്ടല്ലോ. എന്നാ ഫോൺ. സോറി മാം, സോറി. ഇനി അവൻ വിളിക്കില്ല, മോള് ധൈര്യമായിട്ടിരിക്കെ. കണ്ണും മുഖമൊക്കെ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാൻ വാ. പിന്നെ നാളെ നമുക്ക് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോകണം. ഇനി മേലാൽ അവൻ ഈ പ്രവൃത്തി ആരോടും അനുവദിക്കരുത്. ഇനിയിപ്പോൾ അവൻ്റെ കയ്യിൽ എന്ത് ഫോട്ടോസോ തേങ്ങയോ മാങ്ങയോ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. ഇനി അവൻ ആ ബുദ്ധി തോന്നരുതല്ലോ.